ഹൈറിച്ച് തട്ടിപ്പ് കേസ് പ്രതികളായ കമ്പനി MD KD പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്നാണ് പരിഗണിക്കുക. കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക കോടതിയാണ് ഹർജി പരിഗണിക്കുക. ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുമെന്ന് ED അധികൃതർ അറിയിച്ചു. ഇവർക്കെതിരെ സമാനമായ കേസുകൾ ഇതിനു മുമ്പും രജിസ്റ്റർ ചെയ്ത വിവരവും ED കോടതിയെ ധരിപ്പിക്കും. വിവരങ്ങളുമായി AT അശ്വതി ചേർന്നു. അശ്വതി, വലിയ തട്ടിപ്പ് ആണ്. മുൻകൂർ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ED അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോടതിയിൽ നിലപാട് കൈക്കൊള്ളും, അല്ലേ? തീർച്ചയായും ഷാദ്, ഈ വിഷയത്തിൽ ഇവർ സമാനമായ കുറ്റകൃത്യങ്ങളിൽ മുൻപും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനാണ് സാധ്യത. ഒപ്പം തന്നെ ഈ നടന്നിരിക്കുന്ന തട്ടിപ്പിന്റെ വ്യാപ്തി കോടതിയെ ബോധ്യപ്പെടുത്തും. ഇത്തരത്തിലായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ ED കോടതിയിൽ എതിർക്കുക. എന്തായാലും ഇന്ന് കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പിന്റെ മറവിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മറവിൽ നടന്ന തട്ടിപ്പിലെ ED അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ഇരുവരും ഒളിവിൽ പോയിരുന്നു. ഇവരുടെ സ്വത്തുക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതും അതുമായി ബന്ധപ്പെട്ട റെയ്ഡും നടന്ന സമയത്താണ് ഇരുവരും ഒളിവിൽ പോയത്. ഈ കമ്പനി സമാഹരിച്ച പണത്തിൽ 482 കോടി രൂപ മാത്രം ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും ED പറയുന്നുണ്ട്. അത്ര വ്യാപകമായിട്ടുള്ള അത്രയും ആഴത്തിലുള്ള ഒരു കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്തായാലും ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് EDയുടെ തീരുമാനം. മാത്രമല്ല 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട് പറയുന്നത്. 126 കോടിയുടെ നികുതി വെട്ടിപ്പ് നടന്നതായി GST വകുപ്പും കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈ കേസ് ED ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നത്. എന്തായാലും ഇന്ന് ഇതിന്റെ കൂടുതൽ ED ഇതുവരെ കണ്ടെത്തിയിരിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ കോടതിയെ ബോധിപ്പിക്കും. അജിംഷാദ്. ശരി, അശ്വതിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ.